നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ദിനമാണ് അനുഭവത്തിൽ വരാൻ പോകുന്നത്. ഇന്ന് രക്തചന്ദ്രനെ കാണുന്ന ദിവസമാണ്. അതിനാൽ അത്രയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഈ രാശിക്കാർക്ക് അതികേമമായിട്ടുള്ള ദിനങ്ങളായിരിക്കുന്നതാണ്. ഇന്ന് 11 മണി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ 12:22 ഇടയിലായിട്ടാണ് രക്തചന്ദ്രനെ കാണാൻ സാധിക്കുന്നത്. അതിലേറെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. അതിനാൽ വൃശ്ചികൻ രാശി ഈ ചിങ്ങത്തിലെ ശുക്രൻ്റെ സംക്രമണം അവരെ 10ാം ഭാവത്തിലേക്ക് സ്ഥിതി ചെയ്യുന്നത് ഇത് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങൾക്കും വളരെ ശ്രേഷ്ഠമായിട്ടാണ് കാണിക്കപ്പെടുന്നത്. ഇരട്ടി ലാഭത്തോട് കൂടിയിട്ടുള്ള ബിസിനസ്സുകളായാലും പാർട്ട്ണറായിട്ട് ചെയ്യുന്ന വർക്ക് ആയാലും ഏത് തരം ജോലിയിലാണെങ്കിലും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിജയമാണ് കാണിക്കുന്നത്. ജോലി ലഭിക്കില്ല എന്ന് കരുതുന്ന വ്യക്തികൾക്ക് എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കാനും ജോലിയിൽ വളരെ വളരെ ശമ്പള വർധനവിനുള്ളൊരു സമയം കൂടി കാണിക്കുന്നുണ്ട്. ശ്രേഷ്ഠമായിട്ടും ആരോഗ്യപ്രദമായിട്ടുള്ള ഓരോ വളരെ ബുദ്ധിമുട്ടുന്ന അവസരങ്ങളിൽ നിന്നെല്ലാം വലിയൊരു മാറ്റത്തോട് കൂടിയിട്ടുള്ള അനുഭവത്തോട് കൂടിയിട്ടുള്ള ഒരു സമയമാണ്. തൃപ്തിപ്പെടുന്നതുമാണ്. അത്രയേറെ പ്രാധാന്യമുള്ളൊരു സമയമാണ്. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നും ദാമ്പത്യ ജീവിതം വളരെ സന്തോഷവും സമാധാനവും വന്ന് തേടിയെത്തുന്നതാണ്. അത്രയേറെ ശ്രേഷ്ഠവുമാണ്. ആരോഗ്യപ്രദം മാത്രമല്ല, ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള നേട്ടങ്ങളാണ് വന്ന് ഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മേടൻ രാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ശുക്രൻ്റെ ചിങ്ങൻ രാശിയിൽ സംക്രമണം നൽകുന്നതിനാൽ അവർക്ക് 5ാം ഭാവത്തിലാണ് ഈ സംക്രമണം ഭവിക്കുന്നത്. അതിനാൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അത്രയധികം ശ്രേഷ്ഠമാണെന്ന് പറയുമ്പോൾ ഉന്നതിയിലെത്തുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ പ്രണയിക്കുന്ന വ്യക്തികൾക്ക് പ്രണയ വിവാഹം ലഭിക്കുവാനും അല്ലാതെ നടക്കുവാനും അതിലുപരി ദാമ്പത്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ അകലിൽ നിൽക്കുന്ന ആ ഒരു ജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് നയിക്കാനും പല പ്രശ്നങ്ങളാൽ പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആ ഒരു ദാമ്പത്യം സന്തോഷപ്രദമായിട്ട് മുന്നേറാനും ശ്രേഷ്ഠമായിട്ടുള്ളൊരു സമയമാണ്. ധനപരമായിട്ടുള്ള വളരെ വളർച്ചയുണ്ടാകും. അതുപോലുപരി വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രേഷ്ഠമായിട്ടും വന്നു ഭവിക്കുന്നതാണ്. ബിസിനസ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞു വളരെ കഷ്ടതകൾ അനുഭവിച്ചു വളരെ ധനപരമായിട്ടുള്ള വളരെ നഷ്ടത്തോട് കൂടിയിട്ടുള്ള സാഹചര്യമായിരുന്നു. ഇന്ന് മുതൽ അതികേമമായിട്ടുള്ളൊരു സമയമാണ്. ശ്രേഷ്ഠമാണ്. ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ പോകുന്നത് അത്രയേറെ ശ്രേഷ്ഠം എന്ന് പറയുമ്പോൾ ആ ഒരു വെളിച്ചം നാളെ മുതൽക്ക് തന്നെ ഭവനത്തിൽ കാണുന്നതാണ്. അതുപോലെ തന്നെ മനസ്സിലും ഒരു പ്രകാശമൊക്കെ വന്ന് ഭവിച്ച് എല്ലാ ശുഭമായിട്ട് ഭവിക്കാനും ശ്രേഷ്ഠമായിട്ടുള്ള ഓരോ കാര്യങ്ങളും അതികേമമായിട്ട് നടക്കുവാനും അതിലുപരി വളരെ വളരെ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. വളരെ പ്രാർത്ഥനയോട് കൂടി പോവുക, നാമജപത്തോട് കൂടിയിട്ട് മുന്നോട്ട് നയിക്കുക. അത്രയേറെ ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലുപരി പങ്കാളിയോട് കൂടുതലൊരു സ്നേഹത്തോട് കൂടിയിട്ടുള്ള ഒരു സമയം കൂടി കാണിക്കുന്നുണ്ട്. ബന്ധം കൂടുതൽ സ്നേഹത്തോട് കൂടിയിട്ടുള്ള സമയമാണ്. ആ ചെറിയ ചെറിയ വഴക്കുകളും പ്രശ്നങ്ങളും ചെറിയ കാര്യങ്ങളാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാകുക, അതിലുപരി വലിയ പ്രശ്നങ്ങളും അത്തരത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ശുഭമായിട്ട് ഭവിക്കുന്നതാണ്.